ഇതിട്ട് ഗുഹ പോലെ അല്ലേ ലൈറ്റൊക്കെ ഇട്ടു. ഒരിക്കലാ സമരം കാറ്റുണ്ട് കുറേ കാറ്റുള്ള സ്ഥലമുണ്ടല്ലേ. ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പഴനിയെ പോവാണ് കേട്ടാ. റെഡിയായി. സമയം 4 മണി ആവണു. 3 മണിക്ക് 3 മണിയല്ല 2 മണി 2:30 ആയപ്പോൾ എഴുന്നേറ്റു. ഞാൻ 2 മണിക്ക് എണീറ്റു. വീണ്ടും 2:30 അലാം വെച്ച് പിന്നെയും കിടന്നു. അങ്ങനെ എണീറ്റു. ഒരുക്കൊക്കെ കഴിഞ്ഞു. ചിലപ്പോൾ ഇന്ന് അവിടെ സ്റ്റേ ചെയ്യും, തീരുമാനിച്ചിട്ടില്ല. അപ്പൊ ഞങ്ങൾ ചായ കുടിക്കാം. ഔട്ട്ഫിറ്റ് കാണിച്ചില്ല. ഞങ്ങൾ മിക്സ് ആൻഡ് മാച്ചാ. വേറെ ഇതിന്റെ പാവാട, വേറെ ഇതിന്റെ ബ്ലൗസ്, അങ്ങനെയൊക്കെ മിക്സ് ആൻഡ് മാച്ച് ചെയ്തേക്കാം. അപ്പോൾ അബ്ചേട്ടൻ കട്ടൻ ചായ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. മറ്റേ ലൈറ്റ് ഇടോ. സമയം എത്രയും പിന്നെ 4:23. അങ്ങനെ ഞങ്ങൾ ഭക്തിഗാനമൊക്കെ കേട്ട് ഞങ്ങളുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ അതെ, കുതിരാൻ എത്തിക്കഴിഞ്ഞാൽ തന്നെ ഒരു ഫീലാണ്. നമ്മൾ എവിടേക്കൊക്കെയോ പോവുകയാണെന്നുള്ളൊരു തോന്നൽ വരും കേട്ടോ. പക്ഷെ രാത്രി ഞാനിങ്ങനെ കുതിരാൻ ഇങ്ങനെ കണ്ടിട്ടില്ല. നല്ല രസമുണ്ടായിരുന്നു കാണാൻ കേട്ടോ. ലൈറ്റൊക്കെ ഇട്ടിട്ട് വേറൊരു ഫീലായിരുന്നു. നമ്മൾ എന്തൊരു ഗുഹയിലേക്ക് കയറി ചെല്ലുന്ന പോലത്തെ ഒരു ഫീലായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളൊരു 4-5 ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ നമുക്ക് ബ്ലോക്കുകളൊന്നും ഇല്ലാണ്ട്, കാരണം ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് എങ്ങോട്ട് കിടക്കണമെന്നുണ്ടെങ്കിൽ ബ്ലോക്ക് ഇല്ലാണ്ട് എവിടെയും പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ബ്ലോക്കുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ സമയത്ത് ഇറങ്ങിയത്. പിന്നെ ഞങ്ങൾ ChatGPT ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് നേരത്തെ പോകാൻ നല്ലത്, അപ്പോൾ വെയിലൊന്നും ഇല്ലാണ്ട് നിങ്ങൾക്ക് തൊഴുത് ഇറങ്ങാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഒരു രീതിയിലാണ് ഫോളോ ചെയ്ത് പോയത്. 4 മണിയപ്പോൾ ഇറങ്ങാമെന്ന് തലേദിവസം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഏകദേശം ആ സമയത്തൊക്കെ തന്നെ ഇറങ്ങി കേട്ടോ. പക്ഷേ ഉണ്ടല്ലോ, ഒരു സമയം കഴിഞ്ഞപ്പോൾ തൊട്ട് മഴയായിരുന്നു. അത്രയും മഴയായിരുന്നു. നമുക്ക് റോഡൊന്നും കാണാത്ത രീതിയിലുള്ള മഴയായിരുന്നു. അപ്പം ഞങ്ങളിങ്ങനെ പറയുന്നുണ്ട്, പഴനി തമിഴ്നാട്ടിലല്ലേ, അവിടെ ഒന്നും മഴ ഉണ്ടാവില്ലായിരിക്കും, പൊള്ളാച്ചി വരയ്ക്ക് ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ചെറിയ രീതിയിലുള്ള ഒരു മഴക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെയും. പക്ഷേ ഈ യാത്ര അടിപൊളിയായിരുന്നു. എനിക്കിഷ്ടമാണ് കേട്ടോ റോഡ് ട്രിപ്പ് പോകാൻ. നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുന്ന ട്രിപ്പുകൾ കേട്ടോ. ഞാൻ അതാണ് റോഡ് ട്രിപ്പ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. പക്ഷേ അഭിചേട്ടന് തന്നെ പോകാനുള്ളൊരു കോൺഫിഡൻസ് കുറവുണ്ട്. അപ്പം ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ തന്നെ പോകാൻ പ്ലാൻ ചെയ്തതാണ്, ഞാനും അഭിചേട്ടനും പിള്ളേരും. പക്ഷേ അഭിചേട്ടൻ്റെ ഒരു ധൈര്യക്കുറവ് മൂലം ഞങ്ങൾ അച്ഛൻ്റെ അടുത്തും ചോദിച്ചു. അപ്പോൾ പിന്നെ അച്ഛന് പിന്നെ എന്ത് കാര്യം പറഞ്ഞാൽ അച്ഛൻ റെഡിയാണ് കേട്ടോ. അച്ഛൻ ഒരു കാര്യത്തിനും അയ്യോ ഇല്ല, അയ്യോ വേണ്ട അങ്ങനെ പറയാറില്ല. എന്തിനും അച്ഛൻ റെഡിയാണ്. അങ്ങനെ ഞങ്ങൾ അപ്രതീക്ഷിതമായിട്ട് പ്ലാൻ ചെയ്തൊരു ട്രിപ്പ്, അല്ലാണ്ട് കുറേ ദിവസത്തെ പ്ലാനിങ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ പൊള്ളാച്ചി എത്തപ്പോൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങിട്ടോ. പൊള്ളാച്ചി ഭാഗത്തി നല്ലതാണ്, ഉണ്ട് കാറ്റും. അടി അവിടെ മഴയില്ല. അത് രസമുണ്ടടി ഡ്രസ് ഇല്ലേ? ഇന്നലെ മണ്ണുത്തി പോയപ്പോ മേടിച്ചതാ, ഭംഗിയുണ്ട് കേട്ടാ. ഇന്നലെ മണ്ണുത്തി പോയപ്പോ മേടിച്ചതാ ഡ്രസ്. ഇതിനെത്രയാ? നല്ല തണുണ്ട് ഗൈസ്. മിന്നടയ്ക്കോ റൂം എണീക്കും. ആമിയുടെ മുഖം കണ്ടറിയാം ആമി തീരെ ഉറങ്ങിയിട്ടില്ല.
ഇലയിൽ സാപ്പാട് അല്ല, ഇലയിൽ സാപ്പാട് എന്ന് പറഞ്ഞ ചോറല്ലേ? തൈര് വട. ൊന്നല്ല, പക്ഷെ അവിടുത്തെ അടിപൊളി. അവിടത്തെ ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഭാരതിലത്തെ തൈരുവടയാണ് കേട്ടോ. എൻ്റെ ഫേവറേറ്റ് ആണ് തൈരുവട അവിടുത്തെ. എനിക്ക് അറിഞ്ഞൂടെ, എനിക്ക് ഇപ്പോഴും ആലോചിക്കുമ്പോൾ അത് കഴിക്കാൻ തോന്നുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി കഴിക്കുകയും ചെയ്യും കേട്ടോ. ആരെയും കൂട്ട് തേടി ഞാൻ നിൽക്കാറില്ല, ഞാൻ തന്നെ പോയിട്ടാരും കഴിക്കും. ഞങ്ങൾ പൂജ കുഴപ്പമില്ലാത്ത ഫുഡാണ്. ടേസ്റ്റ് ഉണ്ടല്ലേ? എൻ്റെ പേരുന്നുണ്ടല്ലോ ഗൗരി ലക്ഷ്മി. അമ്മാമിക്കൊക്കെ ഇങ്ങനത്തെ കോഫി ഇഷ്ടം അല്ലേ? നല്ല കടുപ്പുള്ള കോഫി ഇഷ്ടല്ലേ? കടുപ്പം അതിന്റെ ഒപ്പം മധുരം. അങ്ങനെ ഞങ്ങൾ നല്ല ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. പിന്നെ തമിഴ്നാട്ടിലോട്ട് കടന്നു കഴിഞ്ഞാൽ പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു പഞ്ഞൂല്ല എന്ന് പറയില്ലേ, എന്ത് ടേസ്റ്റല്ല അവരുടെ ഫുഡൊക്കെ. പക്ഷേ തൈരുവട എനിക്ക് ഭാരതിൽ തന്നെയാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ അവിടുത്തെ ഇതിന് എന്തോ ഒരു നമ്മുടെ ചട്നിയുടെയൊക്കെ ഒരു ഫ്ലേവർ പോലെ എനിക്ക് തോന്നിയായിരുന്നു. പിന്നെ ഈ പോണ റൂട്ട് എന്ത് രസമല്ലേ. പിന്നെ ഹൈവേ ആയതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഞങ്ങൾ ഇക്കണ്ട ആൾക്കാർ എല്ലാവരും കൂടെ അച്ഛൻ്റെ വണ്ടിയിലാണ് കേട്ടോ പോയത്. പക്ഷെ ഞങ്ങളെല്ലാവരും അഡ്ജസ്റ്റ് ചെയ്തിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നത് നല്ലതായിരുന്നു. ഞങ്ങൾ ട്രെയിനിൽ പോകാമെന്ന് ആദ്യം പ്ലാൻ ചെയ്തായിരുന്നു. പക്ഷേ ടിക്കറ്റിൻ്റെ അവൈലബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ പിന്നെ അത് വേണ്ടാന്ന് വെച്ചിട്ട് പിന്നെ കാറിൽ തന്നെ പോകാമെന്ന് കരുതി കേട്ടോ. എന്ത് രസമാണ്, കാറ്റാടിയും കാര്യങ്ങളൊക്കെ കണ്ട്. പിന്നെ ആമി ആദ്യമൊക്കെ ഈ അടുത്ത് ഞങ്ങൾ കൊടൈക്കനാൽ പോയപ്പോൾ ഇതൊക്കെ കണ്ട കാഴ്ചകളാണ്. പക്ഷെ മിന്നും കുഞ്ഞൊക്കെ ഫസ്റ്റ് ടൈം ആയിരുന്നു കേട്ടോ കണ്ടത്. അപ്പോൾ കുഞ്ഞിലേക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഒരാൾ പോലും ഉറങ്ങിയില്ല ഈ ടൈമിൽ കേട്ടോ. ഭക്ഷണം കഴിക്കാൻ കയറുന്നവരെ ബാക്കിൽ ആമിയും കുഞ്ഞിയും എല്ലാവരും ഉറങ്ങി തന്നെയായിരുന്നു. വലിയ ഫാൻ. അങ്ങോട്ട് എത്തുന്തോറും ക്ലൈമറ്റിൻ്റെ ചേഞ്ച് കണ്ടിട്ട് ഞങ്ങൾ ഇച്ചിരി പേടിച്ചായിരുന്നു കേട്ടോ. ചെറിയ ചെറിയ മഴച്ചാറലുകൾ ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങളിങ്ങനെ ഒന്ന് ടെൻഷനായി, ദൈവമേ അവിടെയും മഴ തന്നെയാണോ, ആകെ മഴ നനഞ്ഞ് പോകേണ്ടി വരുമോ എന്നൊക്കെ കരുതി കേട്ടോ. പക്ഷേ അവിടെ വലിയ മഴയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. നമുക്ക് ഒരു തരത്തിലുള്ളൊരു ബുദ്ധിമുട്ടോ ക്ഷീണോ ഒന്നും തോന്നാത്തൊരു ക്ലൈമറ്റ് ആയിരുന്നു. പിന്നെ മാത്രമല്ല നേരത്തെ ഇറങ്ങിയത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് എവിടെയും ബ്ലോക്കൊന്നും കിട്ടിയില്ല. ഞങ്ങൾ ഒരു 4:10 സ്റ്റാർട്ട് ചെയ്തു എന്ന് കരുതിയാണ്. ഞങ്ങളൊരു 7:45 അപ്പോൾ അവിടെ എത്തി കേട്ടോ. 7:45 8 മണി. കാരണം എന്താണെന്ന് വെച്ചാൽ ഭക്ഷണം കഴിക്കാൻ ഇറങ്ങിയ ഒരു ടൈം നമ്മൾ നോക്കണമല്ലോ. അത്രയും ടൈം കൊണ്ട് എത്തി. സാധാരണ അത്യാവശ്യം സമയം എടുത്തല്ലേ നമ്മൾ വഴിയിലെത്താറ്. എൻ്റെയൊക്കെ ഓരോ ഓർമ്മയിൽ അത്യാവശ്യം ദൂരെ ഇരിക്കണം എന്നായിരുന്നു കേട്ടോ. പക്ഷേ ഞങ്ങൾ പെട്ടെന്ന് എത്തിയ പോലെ തോന്നിയായിരുന്നു. നമ്മൾ ഈ അടുത്ത എവിടേക്കോ പോയ പോലത്തെ ഒരു ഫീലായിരുന്നു. അബ്ജേട്ടനും കുറേ ഡ്രൈവ് ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ഒരാളാണ്. പക്ഷെ ഒരു തരത്തിലുള്ള ക്ഷീണമൊന്നും ഉണ്ടായില്ല. കാരണം ഈ റോഡ് ഹൈവേ ആയതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ ഗെയിം കളിക്കാനൊക്കെ ഇരുന്നു കേട്ടോ. വാക്ക് നടക്കുന്നത് കാലോണ്ടല്ലോ. ഭയങ്കര ബുദ്ധിമതിയല്ലേ. ഞാൻ അടുത്ത ചോദ്യം, മിന്നു, കരഞ്ഞുകൊണ്ട് പണിയെടുക്കുന്നത് ആര്? കണ്ടൂലേ? അല്ല പെട്ടെന്ന് ഉത്തരം അറിയില്ല. ഇംഗ്ലീഷിലെ ഏത് അക്ഷരമാലയിൽ ധാരാളം വെള്ളമുണ്ട്? ബോറടി മാറ്റാനായിട്ട് ബോറടിക്കുന്നില്ല.
അമ്മയാണ് കേട്ടോ കുസൃജോതത്തില് ഫസ്റ്റ് നിക്കണം. അമ്മമ്മനെ ആർക്കെങ്കിലും തകർക്കാൻ പറ്റും നോക്കാം. കൂട്ടാത്ത കറി ആരും കൂട്ടാത്ത കറി കഴിക്കുന്നില്ല അതൊക്കെ. അല്ലാത്തൊരു സാധനങ്ങൾ ആലോചിച്ചു. ശരിക്കും അങ്ങനെ വരുന്നുണ്ട്. നമ്മളെ നാട്ടിലൊക്കെ കാണുന്ന സാധനം. കറി ഇത് 2 അക്ഷരമുള്ളൂ. തോറ്റ ബേക്കറി. സിനിമകളിൽ ഇല്ലാത്ത ആക്ഷൻ. സിനിമകളിൽ ഇല്ലാത്ത ആക്ഷൻ ഒരു മെഡിസിനൽ പർപ്പസിന് നമ്മൾ ഉപയോഗിക്കുന്ന സാധനം. വേദന എടുക്കുമ്പോ പറ്റുന്നത്. മനുഷ്യൻ ആദ്യമായി ചവിട്ടിയ പാത്രം. മൺപാത്രം അല്ല, ഒരിക്കലും ഇത് രസമുണ്ട്. ഒരിക്കലും പറക്കാത്ത കാക്ക. ഇരിക്കുന്ന തല. നീ കണ്ടാടാ? ഒരിക്കലും കായ്ക്കാത്ത മരം. ഒരിക്കലും ഫ്രൂട്ട്സ് ഉണ്ടാവാത്ത മരം. കായ്ക്കാത്ത മരം. ഒരിക്കല സമരം. അതന്നെ. പറക്കാൻ പറ്റാത്ത കിളി. വേദനിക്കുന്ന രാജ്യം. ഏറ്റവും കൂടുതൽ വേദനിക്കുന്ന രാജ്യം. പാകിസ്ഥാൻ. രാജ്യം. രാജ്യം. സ്പെയിൻ. ആദ്യ തുരങ്കം ഉണ്ടാക്കിയത് ആര്? പാടുന്നുണ്ട് പറക്കുന്നുണ്ടെന്നാ. പാടുന്നുണ്ട്, പറക്കുന്നുണ്ട്, കണ്ണിൽ കാണാനൊക്കില്ല. കാറ്റ്. ഗെയിം കളിച്ച് ബോറടിച്ചപ്പോ പിന്നെ ഞങ്ങൾ മാറി മാറി പാട്ട് പാടായിരുന്നു കേട്ടോ. ഞങ്ങളുടെ സിംഗറാണ്, പക്ഷെ കുഞ്ഞിക്ക് സൗണ്ട് ഇല്ലാത്തോണ്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ആ കോറസ് എല്ലാവരും കൂടെ ഒരു ഗ്രൂപ്പ് സോങ് ആക്കി മാറ്റിട്ടോ. ഭക്തിഗാനം തന്നെയാണ് ഇപ്പോഴത്തെ ഇൻട്രസ്റ്റ്. അങ്ങനെ പാട്ടും പാടി കഴിഞ്ഞോടുകൂടെ ഞങ്ങൾ പഴനിയിലെത്തിട്ടോ. അവിടെ ചെല്ലുമ്പോൾ ഒരു പ്രത്യേക ഫീൽ തന്നെയാൽ. ആ കുന്നും മലയൊക്കെ ശരിക്കും നമുക്ക് ആ റോട്ടിൽ കറക്റ്റായിട്ട് കാണാൻ പറ്റും. അപ്പം ഞങ്ങൾ പഴനിമല എവിടെയെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ പോകുന്നത്. പക്ഷെ ബസ്സുകളുടെ വരവ് കണ്ടോ, നോക്കി ബസ് വരുന്നത്. പിന്നെ ഞങ്ങൾ ഈ പാലക്കാട് റൂട്ടിൽ ഞങ്ങളുടെ കളത്തോടാണല്ലോ വീട്. അപ്പോൾ ആ റൂട്ടിലൊക്കെ ബസ്സുകളുടെ ഒരു അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. അതുകൊണ്ട് ഒരു വലിയ പുതുമയൊന്നും തോന്നിയില്ല. പിന്നെ പഴനിയിലെത്തിയപ്പോൾ ഇപ്രാവശ്യത്തെ പഴനി യാത്രയിൽ എനിക്ക് തോന്നിയൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം എന്താണെന്നറിയോ, പണ്ടത്തെ പോലെയല്ല കേട്ടോ. ഇവിടെ നല്ല നീറ്റാക്കി അവർ കീപ്പ് ചെയ്യുന്നുണ്ട്. നല്ല നീറ്റാണ്. മറ്റേത് അവിടെ ഇവിടെയൊക്കെ കച്ചറ കിടക്കുന്നതൊക്കെ എൻ്റെ ഒരു പഴയ ഓർമ്മയിൽ കിടക്കുന്നുണ്ട്. ഞാനൊരു 5-6 വർഷം മിനിമം ആയിട്ടുണ്ട് കേട്ടോ പഴനിയിലേക്ക് വന്നിട്ട്. അങ്ങനെ ദേ നമ്മൾ പഴനിമല കണ്ടിരിക്കുന്നു ഗൈസ്.
അപ്പോൾ അങ്ങോട്ട് എൻ്റർ ആവുമ്പോൾ നമുക്ക് അവിടെ ഒരു ടിക്കറ്റ് എടുക്കണം കേട്ടോ. അത് പാർക്കിങ്ങിൻ്റെ ഒന്നിൻ്റെ അല്ല, ആ ഭാഗത്തേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ഈ ടിക്കറ്റ് നിർബന്ധമാണ്. പക്ഷെ നമ്മൾ ഈ ടിക്കറ്റ് കളയാൻ പാടില്ല കേട്ടോ. നമ്മൾ അവിടുത്തെ റോട്ടിലേക്ക് എവിടേക്ക് കിടക്കുമ്പോഴും ഇത് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാർ അവിടെ നിൽക്കുന്നുണ്ടാവും കേട്ടോ, ഈ ടിക്കറ്റ് എടുക്കാൻ. അപ്പോൾ നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ പിന്നെ അത് വീണ്ടും എടുക്കേണ്ടി വരില്ല. പക്ഷെ നമ്മുടെ ഈ റെസീറ്റ് സൂക്ഷിച്ച് വെക്കണം. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത്, നമ്മളത് കീപ്പ് ചെയ്ത് വെക്കണം, കാറിൽ തന്നെ സൂക്ഷിച്ചാൽ മതി. അങ്ങനെ ഞങ്ങൾ കാർ പാർക്കിങ്ങിലെത്തി, മുല്ലപ്പൂവൊക്കെ വെച്ചു. കാരണം പിള്ളേരൊന്നും ശരിക്കും അവിടെ നിന്ന് ഒരുങ്ങിയിട്ടൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു, എനിക്ക് പൂ മാത്രം വെച്ചാൽ മതിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ എല്ലാവരും ഔട്ട്ഫിറ്റ് കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതാണ് ഷഞ്ജനയുടെ ഔട്ട്ഫിറ്റ്, അതാണ് അമ്മയുടെ ഔട്ട്ഫിറ്റ്. അമ്മ സാധാരണ സാരിയാണ് ഉടുക്കാറ്, പക്ഷെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് അമ്മ പ്രാവശ്യം കുർത്തിയും ഇതൊക്കെ എടുത്തു. അപ്പോൾ ഇത് മിന്നും എല്ലാവരും ഔട്ട്ഫിറ്റ് കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാനും ആമിയും അഭിചേട്ടനും ആദ്യം കുഞ്ഞു മിന്നും ഞങ്ങളെല്ലാവരും ട്രഡീഷണൽ വെയർ ആയിരുന്നു കേട്ടോ. മയിലുണ്ട്, മുരുകന്റെ വാഹനമാണ് മയിൽ. മയിലിന്റെ കണ്ണേ വെക്കാത്ത എന്താ വെച്ചെന്നാ പഴനിയിൽ തൊഴാൻ പോകുമ്പോഴേക്കും നെക്സ്റ്റ് പ്ലാനിങ് ആണ് കേട്ടോ. ഇതുപോലെ നമുക്ക് മൂകാംബികയിലും തിരുപ്പതിയിലൊക്കെ പോകണം എന്നാണ് മിന്നു പറയുന്നത്. പിള്ളേർക്കൊക്കെ ഇങ്ങനെ എല്ലാവരും കൂടെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മാത്രമല്ല ഇവർ നമ്മുടെ അടുത്ത് നിന്ന് പോവില്ല. റൂം എടുത്തപ്പോഴും നമ്മുടെ കൂടെ തന്നെയായിരുന്നു ഇവർ. പിള്ളേരെ കൂടെ കമ്പനി നല്ല രസമാണ് കേട്ടോ, നമുക്ക് ബോറടിക്കേ ഇല്ല. ട്രെയിനിൽ കയറാൻ പോയി ചേട്ടന് നടക്കണ്ടെന്ന് പറഞ്ഞിട്ട്, പക്ഷേ ട്രെയിനിൽ നിന്ന് കയറണമെങ്കിൽ 1 മണിക്കൂർ സമയം എടുക്കുന്നു പറഞ്ഞു. ഞങ്ങൾ നടക്കാമെന്ന് വിചാരിച്ചു. നേരത്തെ എത്തിയിട്ടാ. നമ്മൾ എത്ര മണിക്ക് എത്തി? എത്ര മണിക്ക് എത്തി? 8 മണി, 8:30 എത്തി. കാരണം ഞങ്ങള് നേരത്തെ ഇറങ്ങിയില്ലേ, പിന്നെ വലിയ ബ്ലോക്ക് കാര്യങ്ങളൊന്നും തന്നെ കിട്ടിയിട്ടില്ല. 4 മണിയപ്പോ ഇറങ്ങി. വെയിലൊന്നും ഇല്ല, നല്ല ക്ലൈമറ്റ് ആട്ടാ. പൂ മേടിച്ചു, പക്ഷെ ഞങ്ങൾ വിചാരിച്ചത്ര പൂവല്ല. കുറച്ച് ഞങ്ങൾ സ്റ്റെപ്പ് കയറാൻ വേണ്ടി തീരുമാനിച്ചു കേട്ടോ. പക്ഷെ മൊബൈൽ അതിൻ്റെ ഉള്ളിലൊക്കെ കൊണ്ടുപോകാൻ പാടില്ലെന്ന് ഞങ്ങൾ അവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത്. എനിക്ക് വ്ളോഗ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ സാധിച്ചില്ല കേട്ടോ. അപ്പോൾ പുറത്ത് നമുക്കത് കൊടുക്കാനുള്ള കൗണ്ടർ ഉണ്ട്. ഒരു ഫോണിന് 5 രൂപയാണ് വരുന്നത്. പിന്നെ നമുക്ക് ചെരുപ്പിൻ്റെ കൗണ്ടറൊക്കെ ഫ്രീ ആണ് കേട്ടോ. അപ്പോൾ അതൊന്ന് സൂക്ഷിച്ചോളാം, അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവും. അപ്പോൾ അവിടെ കൊടുത്താൽ മതിയേ. അല്ലാന്നുണ്ടെങ്കിൽ പെയ്ഡായിട്ടുള്ള സ്ഥലങ്ങളും ഉണ്ട്, അപ്പോൾ അവിടെ ഒന്നും പോയി വെക്കരുതേ. ഫോണെല്ലാവരും കയറ്റുന്നുണ്ട് കേട്ടോ, ഞങ്ങൾ മാത്രം കൊണ്ടുപോയില്ല. കുറെ പേരൊക്കെ മുണ്ടിന്റെ സൈഡിലൊക്കെ വെച്ചിട്ട് കൊണ്ടുപോയി. ഞാനത് പ്രസാദൊക്കെ കഴിച്ചു, ഒക്കെ കാണിച്ചു തരായിരുന്നു, പക്ഷെ ഫോൺ എടുക്കാൻ പറ്റില്ല. അങ്ങനെ കുഞ്ഞിനാണ്ടാ, കുഞ്ഞടിപൊളിയായിട്ട് കയറി ഇറങ്ങി. ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് തന്നെ ഫുഡ് കഴിച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഞാൻ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിക്കുന്നത്. തക്കാളി ചോറായിരുന്നു. പിള്ളേരൊന്നും പറഞ്ഞു അവിടെ നിന്ന് വേണ്ട, ടേസ്റ്റ് ഉണ്ടാവില്ല എന്നൊക്കെ, പക്ഷെ നല്ല രുചി ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഒരു വെജിറ്റബിൾ ബിരിയാണിയുടെ ഒക്കെ ഒരു ടേസ്റ്റ് എനിക്ക് ചെറുതായിട്ട് ഫീൽ ചെയ്തായിരുന്നു. തക്കാളി ചോറാണ് എല്ലാവരും മരുന്ന് മേടിച്ച് കഴിക്കുന്നുണ്ട്. പാളയിലായിരുന്നു നമുക്ക് അവിടെ കിട്ടിയത്. അതുപോലെ ഫ്രീ ആയിട്ട് പ്രസാദം എല്ലാം ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ നടന്ന് എക്സ്പ്ലോർ ചെയ്തിട്ടാണ് കേട്ടോ അവിടെ നിന്ന് ഇറങ്ങിയത്. ഗൈസ് ഞങ്ങൾ തൊഴുതിറങ്ങി ഗൈസ്. ഇനി ഞങ്ങൾക്ക് ഇവിടെ റൂം എടുക്കണം. അതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ലക്ഷ്യം. ഞങ്ങൾക്കറിയില്ല ഇവിടെ എവിടെയാ റൂം എടുക്കാന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ നാളെയാ പോകുന്നുള്ളൂ, പക്ഷെ റൂം എവിടെ എടുക്കാന്ന് അറിയില്ല. ഞങ്ങൾക്ക് അന്വേഷിക്കണം. ചേട്ടാ നമ്മൾ എവിടെ സ്റ്റേ ചെയ്യാൻ പോണ ചേട്ടാ? തട്ടിക്കൊണ്ടുപോകും നിന്നെ ഫോൺ കൊണ്ട്. ഒരാള് ചോദിക്കാ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാവോ അവിടെ? അങ്ങനെ ഞങ്ങൾ അമ്പലത്തിന്റെ അടുത്ത് തന്നെ ഒരു റൂം എടുത്തു കേട്ടോ. നല്ല റൂമായിരുന്നു, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. പിന്നെ വലിയ ലക്ഷറി സംഭവങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ലല്ലോ ഒരു നൈറ്റ് സ്റ്റേ ചെയ്യാനായിട്ട്. നമുക്ക് കുളിച്ച് തൊഴാനൊക്കെ ആയിട്ടല്ലേ. ഇതാണ് ഞങ്ങളുടെ റൂം. അവള് കാണിച്ചു. ഫുഡ് കഴിക്കാൻ പോവാ. അവര് ഫുഡ് കഴിക്കണം, ഞങ്ങൾ കഴിച്ചു. ആദ്യം വരുന്നില്ലേടാ? വരുന്നുണ്ട്. അന്നുണ്ടോണോ?
ഞങ്ങൾ ചിരാത് മേടിച്ചു. ഈ ചിരാതിന് 40 എണ്ണത്തിന് 50 രൂപ. മോതിരം മേടിച്ചാ? ഇവിടെ കുറേ ടാറ്റൂന്റെ സ്ഥലമുണ്ട്. അടിക്കാൻ ഗോവ പോലെ അല്ല ലേറ്റ് ഒന്നും ഉണ്ടാവില്ല. ഇവിടുന്ന് അങ്ങോട്ട് വൈബില്ല. ഇവിടുന്ന് മൂളിക്ക് അങ്ങോട്ട് വൈബാണ്. ഇവിടുന്ന് ഇവിടെ വരെ വൈബുണ്ടല്ലേ. ഇവിടുന്ന് അങ്ങോട്ട് അടുത്ത വൈബ് പൂക്കി എനിക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള റൗണ്ട് കണ്ണാടാസ്. എടുത്ത വെച്ചോട്ടെ. കുഞ്ഞിക്ക് വേണ്ടേ? കുഞ്ഞിക്ക് വലുതാ. ആ പന്തികയുടെ കൈയല്ലല്ലോ നിന്റെ കൈ. ആ ഇത് ഭാഗാവും തോന്നുന്നു കുഞ്ഞിക്ക്. ചിറ്റേ ഇത് ഭാഗാവും നോക്കി. അതിന് ഒരെണ്ണത്തിന് കിട്ടി. കുഞ്ഞിന്റെ വള കിട്ടി. എത്ര? ഇല്ല ഇത് ഞങ്ങളിവിടെ റൂമിൽ റെസ്റ്റ് എടുക്കാൻ വന്നതാണ്. കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ 2 കുപ്പിവള വെച്ചു. റെയിൻ ഡ്രോപ്സ് കുപ്പിവളകൾ ഇപ്പോഴത്തെ ട്രെൻഡാണല്ലോ. അപ്പം ഞാൻ മേടിച്ചു. ഇത് ഞാൻ ചില വീഡിയോകളൊക്കെ കണ്ടത് 50 റുപ്പീസിലൊക്കെ കിട്ടുന്നതാണ്. ഇത് 80 ആയി. ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് മേടിച്ചു. മാത്രം കാണിച്ചത് കുപ്പിവളകൾ ഭയങ്കര ഇഷ്ടം. അപ്പം ഞാൻ ഇങ്ങനെ കൊണ്ടിരുന്നില്ല. അപ്പം ഞാൻ സെറ്റ് മുണ്ടൊക്കെ എൻ്റെ കയ്യിൽ വൈലറ്റ് സെറ്റ് മുണ്ടില്ല. ഞാൻ വൈലറ്റ് സെറ്റ് മുണ്ട് തന്നെ മേടിക്കണം എന്ന് വിചാരിക്കുന്നില്ല. അപ്പോൾ അതിന് വേണ്ടി മേടിച്ചതാണ്. പിന്നെ റെഡ് പിന്നെ എൻ്റെ ഉണ്ട്, സാരികളും ഒക്കെ ആയിട്ട് എൻ്റെ ഉണ്ട്. അപ്പം ഞാൻ റെഡ് മേടിച്ചു. എനിക്ക് തോന്നുന്നത് ഞാൻ സോപ്പോ അപ്പോൾ കുത്തിവള ഇത് മാത്രമല്ല ഞാനും ഇട്ടിട്ടു കൊടുക്കാൻ കാണില്ല. പിന്നെ വൈകിട്ട് അതിന് തുറക്കുന്നില്ലേ. പിന്നെ കുഞ്ഞി കുറേ നടന്ന് കുഞ്ഞിയുടെ അളവിനൊരു വള എന്നെ കാണുന്നുണ്ടാ ഉണ്ടോ ഗൈസ്? കുഞ്ഞിയുടെ വള എന്നാ കാണിച്ചത്. ഇതാണ് ഗൈസ് കുഞ്ഞിയുടെ വള. അപ്പോൾ പിന്നെ ആദ്യമൊരു സാധനം മേടിച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യക്ക് ബബിൾ ഗണ്ണ്. അപ്പം പിന്നെ ഞങ്ങളുടെ റെസ്റ്റിംഗ് ടൈം ആയിരുന്നു കേട്ടോ. നമ്മൾ നേരത്തെ ഒക്കെ എഴുന്നേറ്റതല്ലേ. അപ്പോൾ കുറച്ച് നേരം കിടന്ന് ഉറങ്ങാമെന്ന് ഇരിച്ചു. ഒരു പവർ നാപ്പ് പോലെ. എന്നാലേ നമുക്ക് വൈകുന്നേരത്തേക്ക് കുറച്ച് എനർജി കിട്ടുള്ളൂ. കാരണം വൈകുന്നേരവും പോയി തൊഴണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ട്രെയിനിൽ പോകാനായിരുന്നു ഞങ്ങൾ കരുതിയിട്ടുണ്ടായിരുന്നു. കാരണം കാലത്ത് നടന്ന് കയറിയല്ലോ. പക്ഷേ അവിടെ എത്തിയപ്പോൾ വേറെ ട്വിസ്റ്റ് നടന്നു. അത് ഞാൻ വഴിയെ പറയാം കേട്ടോ. അഭിചേട്ടനും കുറച്ച് നേരം ഉറങ്ങി. ഞാനൊരു 10 മിനിറ്റ് ഉറങ്ങി. പിള്ളേരൊന്നും കിടന്നുറങ്ങില്ല. മിന്നു മാത്രമേ കുറച്ച് നേരം കിടന്നിട്ടുള്ളൂ കേട്ടോ. ഇവരൊക്കെ ഇങ്ങനെ കളിച്ച് ഇവരുടെ ഒരു എനർജിക്ക് ഒരു ലോസും ഇല്ല എന്ന് പറയുന്നതാണ്. സ്റ്റെപ്പ് ഇറങ്ങിയപ്പോൾ കുഞ്ഞൊക്കെ കുറച്ചൊരു കുഴഞ്ഞ പോലെ ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നെയൊക്കെ ഫുൾ ഓൺ എനർജിയിലായിരുന്നു. അവർ ആ റൂമിലേക്ക് പോയതേ ഇല്ല. അവർ ഇവിടെ തന്നെയായിരുന്നു കേട്ടോ. അഭിചേട്ടൻ്റെ വക ഒരു പെർഫോമൻസ് നിങ്ങൾക്കായി കാഴ്ചവെക്കുന്നു കേട്ടോ.
കേട്ടോ. എന്താ കാണിക്കുന്നതെന്ന് അബ്ചേട്ട് പോലും അറിയില്ല. വെറുതെ ഇങ്ങനെ ഓരോന്ന് കാണിക്കുക എന്നുള്ളത് അബ്ചേട്ടനെ ഞങ്ങളെ എൻ്റർടൈൻഡ് ആക്കാനുള്ള ഒരു കഴിവാണ് കേട്ടോ ഈ കാണിക്കുന്നതൊക്കെ. അങ്ങനെ ഞങ്ങൾ റെഡിയായി വൈകുന്നേരത്തെ ഔട്ട്ഫിറ്റൊക്കെ ഇട്ട് ഞങ്ങൾ ഇറങ്ങിട്ടോ. മഴ പെയ്യണ്ടാ? ഞങ്ങള് ട്രെയിനിലാണ് പോകുന്നത്. കാലത്ത് നടന്നിട്ട് കയറി. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു വൈകുന്നേരം ഇതില് പോവാന്ന്. ഫോണ് പുറത്ത് കൊടുത്തിട്ട് പോവും, റിസ്ക് എടുക്കണ്ട. കൊറേ പേരൊക്കെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ ഫോണ്. ഞങ്ങൾ റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ. ഞങ്ങൾ ദർശനത്തിന് 100 രൂപയുടെ ടിക്കറ്റ് അതിലാണ് കേട്ടോ കയറിയത്. നമ്മുടെ ദീപാരാധന ടൈമിൽ കയറിയതുകൊണ്ടാണോ എന്ന് അറിഞ്ഞൂടാ. നല്ല രൂപമായിരുന്നു. നന്നായി ഭഗവാനെ മുന്നിൽ നിന്ന് തന്നെ തൊഴുതു. മാത്രമല്ല മയിലിൻ്റെ ഒരു ഇതിൽ, മയിൽവാഹകനാണല്ലോ, അപ്പോൾ ആ ഒരു ഇതിൽ മുരുകനെ വഹിച്ചുകൊണ്ട് പോകുന്ന അമ്പലത്തിൻ്റെ ഉള്ളിലുള്ള രൂപമൊക്കെ ഞങ്ങൾ കണ്ടു. സ്വർണ്ണരഥം കണ്ടു. അങ്ങനെ കൺകുളിർക്ക് ഒരുപാട് കാഴ്ചകൾ അന്ന് കാണാൻ പറ്റിയായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് അതൊന്നും ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാത്തതിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. കാരണം എന്താ വെച്ചാൽ അവിടെ ഫോൺ യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ. ഞാൻ മാക്സിമം ശ്രമിച്ചായിരുന്നു, പക്ഷേ ഒരു പേടി, നമ്മൾ കള്ളത്തരം ചെയ്യല്ലേ എന്ന് ആലോചിക്കുമ്പോൾ, അതുകൊണ്ട് ഞാൻ കൊണ്ടുപോയില്ല കേട്ടോ. തൊഴുതിറങ്ങിയത് ഞങ്ങൾ വിഞ്ചി ട്രെയിനിലായിരുന്നു കേട്ടോ. പെർ ഹെഡ് 30 റുപ്പീസാണ് വരുന്നത്. നമുക്ക് ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നേ. ഇവിടെയായിരുന്നു കേട്ടോ ഞങ്ങൾ അന്ന് സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ലോഡ്ജിൻ്റെ മുന്നിലുള്ള റോഡാണ് ഇത്. ഞങ്ങൾ ഉച്ചയ്ക്ക് കണ്ട റോഡേ അല്ല. എന്തൊരു വ്യത്യാസമാണെന്ന് അറിയാം. ഒരുപാട് കച്ചവടക്കാരും കാര്യങ്ങളൊക്കെ ആയിട്ട്. പട്ടായ നായിഡു എന്നാണ് കേട്ടോ ആ ഒരു ഹോട്ടലിൻ്റെ പേര്. ഇവിടുത്തെ കണ്ട പിന്നെ ഈ സംഭവം ഉണ്ടല്ലോ, ഇത് നമ്മുടെ അവിടെ കിട്ടല് ഉണ്ട്. പക്ഷെ ഉണ്ടമിളക്, മിളക് കാച്ചിനതിന് വരെ ഇവര് ഉണ്ടമിളകടാ തരും, കൊണ്ടുവരും. പിന്നെ ഇവിടെ നല്ല ചെറിയ ഇങ്ങനത്തെ പാത്രം ഇങ്ങനെ പിടിച്ചെടുക്കാനുള്ളത്. ചേച്ചിയുടെ ഹെയർ സ്റ്റൈലൊക്കെ നല്ല രസം കാണിച്ചു. എന്റെ മുടിക്ക് ഇങ്ങനെ ഇടാൻ പറ്റില്ല. ഒരു കുട്ടി ചോദിക്കുന്ന ചേച്ചി ഇതിന്റെ പേര് അടച്ചു ഗൈസ്. ഒരു ക്ലാസ്സിൽ മേടിച്ചായിരുന്നു മധുരയിലത്തെ ഡെസേർട്ട്. അത് ലോഡ്ജ് അതാണ് നല്ല വൈബിൾ സ്ഥലല്ലേ. നമ്മുടെ ലൈഫിൽ ഇങ്ങനത്തെ സ്ഥലത്ത് വന്നിട്ടില്ലല്ലോ. മൂകാംബിക പോയിട്ട് നൈറ്റ് എക്സ്പ്ലോർ ചെയ്തിട്ട് ഗുരുവായൂർ പോയിട്ട്, പക്ഷെ ഇവിടുത്തെ വൈബ് വേറെ തോന്നിയാ. പക്ഷെ എനിക്ക് അറിഞ്ഞൂടെ, ഞാൻ കുറെ വീഡിയോസിൽ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള ഒരു വൈബ്. ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. ജിഗദണ്ഡ മിസ്സായി. നാളെ തുറക്കില്ല, കാലത്ത് എന്തായാലും തുറക്കില്ല. അങ്ങനെ ആ ദിവസം ഈ ഒരു ഷോപ്പിങ്ങോട് കൂടെ അവസാനിക്കാണ് കേട്ടോ. ഇത് ഞങ്ങൾ താമസിക്കുന്ന സ്റ്റേയുടെ മുന്നിലുള്ള റോഡാണ്. ഞാൻ സ്വപ്നങ്ങളിൽ മാത്രം കണ്ടിട്ടുള്ള ഒരു സ്ഥലമാണ്. കാരണം ഞാൻ പല വീഡിയോസും ലക്ഷ്മി മാമിൻ്റെ ഒക്കെ വ്ളോഗിലൊക്കെ കാണും ഇങ്ങനെ തമിഴ് അമ്പലത്തിൻ്റെ ഏരിയാസൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നത്. ഈ വഴിയുടെ മുന്നിൽ നമുക്ക് പഴനി ടെമ്പിളാണ് കേട്ടോ. നല്ല സ്റ്റേ ആയിരുന്നു. ഞങ്ങൾ അവിടെ എത്തിയിട്ട് അവിടെ ചെന്നിട്ട് ബുക്ക് ചെയ്തതാണ് കേട്ടോ, അല്ലാണ്ട് മുന്നേ പ്രീ ബുക്കിംഗ് ഒന്നല്ലേ. പക്ഷെ അടിപൊളി സ്ഥലമായിരുന്നു. നല്ലൊരു ദിവസമായിരുന്നു. വെൽ സ്പെൻഡ് ഡേ എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ പഴനി വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇനി മറ്റൊരു വീഡിയോയിൽ ഞാൻ റിട്ടേൺ പോകുന്ന വീഡിയോസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി മറ്റൊരു വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.